ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംക്രാന്തിയാണ്, കർക്കിടക മാസം 1-ാം തീയതി തലേ ദിവസം. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളും പരിപാടികളൊക്കെ എന്തൊക്കെയെന്ന് കാണാം. എന്തൊക്കെ വിശേഷങ്ങൾ ഇത് കാണാം അല്ലേ. അബി അല്ലൊക്കെ സ്കൂളിൽ പോയി അടുക്കള പണിയും കഴിഞ്ഞതിന് ശേഷം കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് അലക്കി അയലുമ വിരിക്കാൻ വേണ്ടി മുകളിലേക്ക് വന്നതാണ്. അയലുമ വിരിക്കലൊക്കെ കഴിഞ്ഞ് എന്നാൽ മുകളിൽ തന്നെ ക്ലീനിങ് ഒന്ന് തുടങ്ങാൻ കരുതിയാണ്ട് അവിടുത്തെ കഴിഞ്ഞതിന് ശേഷമാണ് താഴോട്ട് ഇറങ്ങിപ്പോയത്. ഇന്ന് പൊട്ടീനെ കളയേണ്ട ദിവസമാണ്, അപ്പോൾ എല്ലായിടത്തും ഒന്ന് ക്ലീൻ ആക്കണം. അതിൻ്റെ മുന്നേ എല്ലാ പണികളും കഴിഞ്ഞതാണ്. മാറാല തട്ടലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് എന്നാലും അന്നത്തെ ദിവസം എല്ലായിടത്തും ഒന്ന് നമ്മളൊന്ന് അടിച്ചൊരു തുടയ്ക്കലൊക്കെ കഴിക്കണം. കഴിയാൻ നേരമായപ്പോൾ ആദ്യം താഴ്ന്ന് മുകളിലേക്ക് കയറി വന്നു. കഴിയാനായതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലാവും കളി. കഴിഞ്ഞേക്ക് പിന്നെ പെട്ടെന്ന് അവനെ എടുത്താണ്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ശുഭേട്ടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. അച്ഛനും അമ്മയും അതിൻ്റെ മുന്നേ കഴിച്ചിരുന്നു. പിന്നെ ഇന്ന് നെയ്യപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം, അതിന് വേണ്ടി അരി വെള്ളത്തിലിട്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം താഴെ ക്ലീൻ ആക്കാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ ഇടയിൽ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു പ്രാവശ്യം ചെയ്യേണ്ടത് 4 തവണയൊക്കെ ആക്കി തന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾ വന്നപ്പോൾ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് ചൂടോടെ അത് ചുട്ടു കൊടുത്തു. ചായ ആദ്യം ഉണ്ടാക്കി വെച്ചായിരുന്നു. ദോശ അവർക്ക് ചൂടോടെ വേണം, അപ്പോൾ അത് അവർ വന്നിട്ടാണ് പിന്നെ ചുട്ടത്. പിന്നെ രാത്രിയിൽ നെയ്യപ്പം മാത്രമല്ല ചപ്പാത്തി ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ അതും ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പൊട്ടീനെ കളയുമ്പോഴേക്ക് കുറച്ചൊക്കെ പണികൾ ഒരുക്കാൻ നേരത്തിയാണ്ടാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചപ്പാത്തി പൊടിയാണത്. ചപ്പാത്തി കുഴയ്ക്കാനുള്ള ചൂടുവെള്ളം വെച്ച് അത് വേഗം കുഴച്ചെടുത്തു. അവർക്ക് ചുട്ടെടുക്കണതിൻ്റെ ഇടയിൽ അതും കഴിഞ്ഞു. ഈ സമയം അമ്മ അപ്പുറത്ത് നെയ്യപ്പം ചൂടുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തൊക്കെ ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ അത് പൊടിക്കലും കൂട്ടിക്കലും ഒക്കെ കഴിച്ചായിരുന്നു. അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പൊട്ടീനെ കളയാനുള്ള ടൈം ആയപ്പോഴേക്ക് നെയ്യപ്പം ചുടൽ കഴിഞ്ഞു. ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുള്ളൂ, പരത്താനുള്ള ടൈം കിട്ടിയില്ല. അപ്പോഴേക്കും പിന്നെ അതിനുള്ള ടൈമായപ്പോൾ വേഗം അത് നിർത്തി. പൊട്ടീനെ കളയണതിന് മുന്നേ ആദ്യം നമ്മൾ കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് എല്ലായിടത്തും ഒന്ന് തളിക്കും.
പിന്നെ ചൂലും മുറം കൊണ്ട് നമ്മളെല്ലായിടത്തുനിന്നും പൊട്ടിപ്പോൾ ശിബോധി വാ എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ അടിച്ചുവിട്ട് എടുക്കുക ചെയ്യാറ്. പൊട്ടിപ്പോൾ ശിബോധി വാ എന്ന് പറയും, അല്ലെങ്കിൽ പൊട്ടി പുറത്ത് ശിബോധി മക്കളും അകത്ത് എന്ന് പറയും. അങ്ങനെയൊക്കെ പലയിടത്തും പല പോലെ ആയിരിക്കും. ഇവിടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയണത്. എല്ലാ സ്ഥലത്തുനിന്നും മുക്കുന്നും മൂലയെന്നൊക്കെ അങ്ങനെ എടുക്കുക എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറഞ്ഞുള്ള അറിവാണ്. ആദ്യം അകത്തുനിന്നൊക്കെ എല്ലായിടത്തും എടുത്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി വീടിന് ചുറ്റുപുറം പോവും. ഇങ്ങനെ എല്ലായ്പ്പോഴും പൊട്ടി പോ ശിബോധി വാ എന്നിങ്ങനെ പറഞ്ഞാണ്ടാണ് നമ്മൾ പോവുക. അതിനുശേഷം ഇങ്ങനെ ഒരു പാളയിൽ ഒരു പഴയ ചൂല്, കുറ്റിച്ചൂല്, പിന്നെ ചൂട്ട്, പിന്നെ കരി, പിന്നെ വെളി മഞ്ഞളെന്ന് പറയും. അതൊക്കെ കൊണ്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയി കളയും. അതിന് ശേഷം കുളിച്ചാണ്ടാണ് പിന്നെ ഉള്ളിലേക്ക് കയറുക. കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നമ്മൾ പൊട്ടീനെയൊക്കെ കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷമാണ് വിളക്ക് വയ്ക്കുക. അപ്പോൾ ആ വിളക്ക് വയ്ക്കുന്നതിന് മുന്നേയായിട്ട് നമ്മളത് കൊണ്ടുപോയി കളയണം. പിന്നെ പുറത്തടുപ്പത്ത് പോയാണ്ട് ചിക്കൻ കറിക്കുള്ള ഉള്ളിയും വാട്ടിയാക്കി ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് ഉപ്പിട്ട് തക്കാളി ഇട്ട് വഴറ്റി ഒന്ന് വഴണ്ടതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചിക്കനും അതിലേക്കിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ടുണ്ട്. അതവിടെ അടച്ച് വെച്ചപ്പോൾ പിന്നെ ഇവിടെ വേഗം വന്നാണ്ട് ചപ്പാത്തി പരത്താൻ നോക്കി. വറുത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടടുപ്പത്തായിട്ട് വേഗം ചുട്ടെടുത്തു. അപ്പോഴേക്കും അപ്പുറത്ത് ചിക്കൻ കറി റെഡിയായിരുന്നു. ചിക്കൻ കറി റെഡിയായി. ഷുബേണ്ണും വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചു. അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ്. എല്ലാവരും ഞങ്ങളെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.